പബ്ലിക് പ്ലേസിൽ നിന്ന് മൂത്രം ഒഴിക്കാൻ വലിയൊരു കൊതിയാ. ആ ചലഞ്ച് ഏറ്റെടുത്താലോ? വാ നോക്കാം. ഇവൾക്ക് ഇപ്പൊ എടുക്കണം. അതായത് മൂത്രം ഒഴിക്കണം. മൂത്രം ഒഴിക്കുന്നത് 4 ആള് കാണണം. അതും പുറത്ത് പബ്ലിക്കിന്റെ മുന്നിൽ കാണാൻ ക്യാമറ വെച്ച് മൂത്രം ഒഴിക്കണം. അതാ ഇവളെ പ്രശ്നം. നമ്മളെ ചെറിയ പെൺകുട്ടികൾ, നമ്മളെ വീട്ടിലുള്ള ചെറിയ പെൺകുട്ടികളോട് പോലും പറഞ്ഞാല് അവർക്ക് നാണാണ്. ഒന്ന് പുറത്ത് എവിടെയെങ്കിലും ബുദ്ധിമുട്ട് യാത്രയിലൊക്കെ പോകണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നാണാണ്, കിട്ടൂല. നമ്മൾ തന്നെ ഇപ്പൊ ഒരു പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ തന്നെ ക്യാമറ വെച്ചിട്ടുണ്ടെന്നുള്ളൊരു പേടി കാരണം പബ്ലിക് ബാത്റൂമിലും ഹോട്ടലിൽ പോലും പോയാല് സഹിച്ചടിക്കുള്ളൂ. വീട്ടിലെത്തിയിട്ട് പോകുള്ളൂ. കാരണം പേടിയാണ്. എവിടെ ക്യാമറ എന്തെങ്കിലും ഉണ്ടോ, ഏതെങ്കിലും ഉണ്ടോ, ആരെങ്കിലും ഒക്കെ കാണോ, എവിടെയെങ്കിലും കോൾസ് ഉണ്ടോ എന്നൊക്കെ ഉള്ള ഒരു പേടിയാണ് നമുക്ക്. അത് സഹിച്ചു നിൽക്കലാണ്. അങ്ങനെ നിൽക്കെ ഇവളുമാര് എന്ത് കളി കളിക്കണം മക്കളെ. അതാണ് പറയുന്നത്, ലോകത്തിന്റെ അവസാനം വരുമ്പോ ലജ്ജ നമ്മൾ നിന്ന് നഷ്ടപ്പെടുന്നു. ലജ്ജ നീക്കുന്നു. സമ്മതിക്കണം കേട്ടോ. ഇവൾക്ക് ക്യാമറ പിടിച്ചു കൊടുത്തതും ഇവിടെ ഹസ്ബൻഡ് ആയിരിക്കൂലേ? പണത്തിന് വേണ്ടിട്ട് തന്നെ അല്ലേ? റീച്ചിന് വേണ്ടിട്ട് തന്നെ അല്ലെ? അതന്നല്ലേ ഉദ്ദേശം. റീച്ച് ഉണ്ടാക്കണം, പൈസ ഉണ്ടാക്കണം, അത് മാത്രം ഉദ്ദേശം. അതിന് എന്ത് വൃത്തികേടും മനുഷ്യൻ കാണിക്കും. പ്രത്യേകിച്ച് ഈ പെണ്ണുങ്ങളെ കൊണ്ട് തോറ്റിക്കണം. എങ്ങനെ? നമ്മളിപ്പോ ഈ പറയുന്നതാണ് വലിയ ശല്യം അവർക്ക്. ഇങ്ങനെ കുറച്ച് ആൾക്കാർ പറയാനുണ്ടായത് കൊണ്ട് കുറേയൊക്കെ ഇങ്ങനെ കുറഞ്ഞു പോകണം. മിണ്ടാതിരിക്കുകയാണെങ്കിൽ ഇതൊന്നല്ല, എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കും. യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ പ്രൈവറ്റ് പാർട്സ് കാണിച്ച് നടക്കുന്ന ആൾക്കാരേ ഉള്ളൂ. സബ്സ്ക്രിപ്ഷൻ, ആ ഒരു ഓമന പേരിൽ ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ആൾക്കാർ. എന്താ പറയാ, ഒരു ആയുസ് മുഴുവൻ ഒരു മനുഷ്യൻ കഷ്ടപ്പെട്ടിട്ട് ഒരു വീട് പോലും ഉണ്ടാക്കാനോ അവന്റെ കടങ്ങൾ വീട്ടാനോ പറ്റാത്ത, നേരെ പോന്ന് പറഞ്ഞിട്ട് ജീവിതകാലം മുഴുവൻ അധ്വാനിക്കുന്ന ഒരു മനുഷ്യന് ഇതാകനെ ഒരു മാസം കൊണ്ട് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ഒരു സ്ത്രീയും നോക്കണി. അപ്പൊ ഈ പൈസ ഒക്കെ എവിടുന്നാ വരുന്നേ? നാണല്ലേ മനുഷ്യന്മാരെങ്ങൊക്കൊന്ന്. ഇതൊക്കെ ഇങ്ങനെ നമുക്ക് ദൈവം തന്നിട്ടുള്ള ആ ഒരു സംഭവം മറ്റുള്ളവർക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കൊടുത്തിട്ട് പൈസ വാങ്ങിയിട്ട് തിന്നുന്ന ഈ ആണുങ്ങളുണ്ടല്ലോ, അവറ്റിങ്ങളെ ആണുങ്ങൾ ഉണ്ടാവുമല്ലോ, അവർക്ക് ഒരു കൂലിയും പണിക്കും പോണ്ട, ഒന്നിനും പോണ്ട. എന്താ, സൗന്ദര്യം കുറച്ച് നിറമുള്ള ഒരു പെണ്ണുണ്ടെങ്കിൽ ആ രാത്രിയിൽ പാർട്സും കാണിച്ചു കൊടുത്ത് അതിന്റെ വരുമാനം ഇങ്ങനെ എടുത്തിട്ട് ദിവസേന നമുക്ക് എൻജോയ് ചെയ്ത് ജീവിക്കാന്ന് വിചാരിക്കുന്ന കുറെ കെട്ടിയവന്മാരുണ്ട് അല്ലേ? ഇതിനൊക്കെ ഒരു അഡ്രസ് ഉണ്ടാക്കി വെച്ചിട്ടാണല്ലോ അവരിത് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർക്ക് പേടിയാണ്, അത് പ്രശ്നം തന്നെയാണ്. ഇന്നാലോ അവളുമാരെ അടുത്തേക്ക് പോവാൻ എല്ലാവർക്കും പേടിയാണ്. നമ്മളെന്തെങ്കിലും പറയുമ്പോൾ നമ്മളെ മെക്കിട്ട് കയറും. അവള് പവട കാണിക്കേ, സദ്യ കാണിക്കേ, പെടുക്കേ, അപ്പിടേ, എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ എന്തിനാ പറയണെന്നത്. അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ എന്തായിരിക്കും നാട്ടിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു. നമ്മളൊക്കെ ചെറിയ പെൺകുട്ടികൾ വരെ നമ്മൾ എവിടെയെങ്കിലും ബുദ്ധിമുട്ടിട്ട് എവിടെയെങ്കിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ യാത്രയിൽ ചെയ്യുമ്പോഴൊക്കെ മുട്ടറി കണ്ടു തന്നിട്ടുണ്ടെങ്കിൽ മുളപടി ഇരുന്ന് വെച്ചോ ആക്കിക്കോന്നറിയാം. അവർക്ക് മോളല്ല മോനായാലും എന്റെ പേരക്കുട്ടിയായാലും പറ്റില്ല ഇവിടെ ഉണ്ട്, ആള് കാണും. ചട്ടി കാണിച്ച് താത്താൻ പോലും പറ്റില്ല, കുറവായിട്ട് കാണും വന്നിട്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഒന്ന് അവസ്ഥ ഒന്ന് ആലോചിക്കാൻ. ഇത് എവിടേക്കാണ് നമ്മ പോക്ക്? ഇതിലിടക്ക് പറഞ്ഞിരുന്നപ്പോ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുടെ വീഡിയോസും അക്കൗണ്ടൊക്കെ പൂട്ടിക്കുന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല. എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി എടുത്തിരുന്നെങ്കിൽ നന്നായി തന്നെ, കുറച്ചാൾക്കാരെങ്കിലും രക്ഷപ്പെട്ടു പോയേനെ. എന്തൊരു അവസ്ഥയാണ് ഇത് വരുന്നത്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇനിയിപ്പോ എല്ലാവർക്കും പെടുക്കാൻ പൂതിയാവൂലേ? അങ്ങനെ ഇപ്പൊ എല്ലാവരും നിരന്ന് പെടുക്കൽ തുടങ്ങിയാൽ പിന്നെ എന്താവും കഥ? യൂട്യൂബ് മൊത്തം പെടുക്കലാവൂലേ? ഈ കുട്ടികളെ കയ്യിൽ നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ മൊബൈൽ അവരുടെ കയ്യിൽ കിട്ടും. അവർക്ക് നമ്മൾ കൊടുക്കണം, പൈസക്ക് മേടിച്ചു കൊടുക്കണമെന്നൊന്നുമില്ല. അതൊക്കെ നമ്മൾ പുറത്തുനിന്ന് കാണുന്നതാണ്. കുട്ടികളെ കാര്യങ്ങളൊക്കെ രക്ഷിതാക്കൾ പോലും അറിയാത്ത സാധനങ്ങൾ അവിടെ നിന്ന് പുറത്തുനിന്ന് അവർ എടുത്തിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ലോകമാണ് ഇപ്പൊ ഇത്. അപ്പൊ അതുകൊണ്ട് അവരൊക്കെ ഇത് കണ്ടു വളരില്ലേ? അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഇപ്പൊ നമ്മുടെ സമൂഹത്തിന്റെ പോക്ക് പോകുന്നത്, ഇതൊക്കെ പറയുമ്പോഴല്ല പ്രശ്നങ്ങൾ വരുന്നത്. വല്ലാത്തൊരവസ്ഥ ഉണ്ടാവും. അല്ലാ. അപ്പൊ ഞാൻ ഇതൊന്ന് കണ്ടപ്പോഴേ ശീതളിന്റെ വീഡിയോയിൽ ഞാൻ കണ്ടു കുറച്ച്. ഇപ്പൊ എടുക്കാൻ മുട്ടിയിട്ട് ഇത്രയും തടിയും തണ്ടലും ഇതുള്ള സാധനമാണ് അപ്പൊ പോണത്. വൈറലാവാനാ, റീച്ച് ആവാൻ വേണ്ടിയിട്ടാണ്. കാരണം
നെറ്റിലേക്ക് അങ്ങനെ കൊണ്ടുവന്നാലല്ലേ ആൾക്കാർ ശ്രദ്ധിക്കുള്ളൂ. പക്ഷെ അതിന് വേറെ ഒരു മാർഗമില്ലേ? തെങ്ങുമ്പോ കയറിയൊക്കെ കൂടെ, അതുപോലെ വേറെ എന്തെങ്കിലും ചെയ്തൊക്കെ കൂടെ. പക്ഷെ അതൊന്നും അത്ര റീച്ചായി വരില്ല. നമ്മളിടുന്ന വീഡിയോസ് ആര് കാണുന്നു? പക്ഷെ ഇങ്ങനെ പാഴ്സൽ കാണുന്ന വീഡിയോസ് പൈസ കൊടുത്തിട്ട് പോലും പാതിരാക്ക് കണ്ണു തുറന്ന് കാണുന്നു. കാരണം എന്താ, എന്റെ കെട്ടിയോൾക്ക് ഇല്ലാത്ത സാധനം വീട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നോക്കുകയാണ് പാവം. അങ്ങനെ അവൾക്ക് എന്തെങ്കിലും പത്രത്ത് കൊടുത്താലേ നാളെയും വരുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അവര് കഷ്ടപ്പെട്ടിട്ടെങ്കിലും കുറി വിളിച്ചിട്ടെങ്കിലും വരികയാണ്. ആലോചിക്കണം എന്താ ചെയ്യാൻ, ലോകത്തിനെ പോക്ക് കൊടുക്കണം. എത്രയും പെട്ടെന്ന് ഇങ്ങനെ ഇതിനൊരു നടപടി വന്നാൽ മതിയായിരുന്നു. എന്നാല് നമ്മള് ഇനി വരും തലമുറ രക്ഷപ്പെടും. ഇല്ലെങ്കിൽ കഷ്ടപ്പാട് തന്നെയാണ്.